ഹലോ, വെൽക്കം ബാക്ക് ടു ശ്രീ ഋഷീസ് നോളജ് ഗാലക്സി. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള, ഒരുപാട് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാവാം. വാട്ട് ഈസ് ഇൻസെക്യൂരിറ്റി എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുമ്പോൾ നമ്മളെ പറ്റി ഷുവർ അല്ലെങ്കിൽ നമ്മളുടെ അബിലിറ്റീസിനെ പറ്റി, നമ്മളുടെ ക്യാരക്ടറിനെ പറ്റി, നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിനെ, നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിനെ പറ്റിയൊന്നും ഷുവർ അല്ല, നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ മെൻ്റലായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ നമ്മൾ ഡൗട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുകയും അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും കോൺഫിഡൻസിൻ്റെ കുറവ്, അതുപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് പിടിപെടാനും സാധ്യതയുണ്ട്. സോ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമുക്ക് എന്തിനെ പറ്റിയാണ് ഇൻസെക്യൂരിറ്റി എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമ്മളെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയലായ പിക്ചർ ഉണ്ട് നമ്മളെ പറ്റി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വ്യക്തിയോടുള്ള ഒരു അട്രാക്ഷൻ നമ്മളുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാവുന്നതാവാം. നമ്മൾ എന്ത് ലാക്ക് ചെയ്യുന്നു അത് മറ്റൊരു വ്യക്തിയിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളുടെ റോൾ മോഡൽ അഥവാ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം പേഴ്സണായി മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇൻസെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മൈൻഡിനോട് ചേർത്ത് നിർത്തുന്ന സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാവാം. കാരണം അത് വീക്ക്നെസ്സസ് ആണ്. ഒരുപാട് പേർ വീക്ക്നെസ്സസ് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാവാം. കുറേ പേർ അതിനെ മാസ്ക് ചെയ്ത് ബോൾഡായി നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം. പക്ഷേ ഇൻസെക്യൂരിറ്റിയുടെ റൂട്ട് നമ്മളുടെ മൈൻഡിൽ കിടക്കുന്നിടത്തോളം ഒരിക്കലും നമ്മൾ ശാന്തമായി അല്ലെങ്കിൽ സ്വച്ഛമായി പ്യുവറായ ഒരു ആക്ഷനിൽ ഏർപ്പെടാൻ പാടായിരിക്കും. കാരണം എപ്പോഴൊക്കെയാണോ നമ്മളുടെ ആ ഇൻസെക്യൂരിറ്റി എവിടെയെങ്കിലുമൊക്കെ ട്രിഗർ ചെയ്യുന്നത്, ആ തോട്ട് നമ്മളിൽ വരികയും നമ്മളുടെ കോൺഫിഡൻസിനെയും നമ്മുടെ വർക്കിനെയും അത് ബാധിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണപ്പെടാൻ കഴിയും. സോ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? എൻഹാൻസ് ചെയ്യാം, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാം, അതിനോട് നമ്മൾ ഒരുപാടധികം സെൽഫ് ടോക്ക് നടത്തുക, നമ്മളുടെ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക, നമ്മളുടെ അബിലിറ്റീസിനെ നമ്മൾ കൂടുതൽ എൻലൈറ്റൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇൻസെക്യൂരിറ്റീസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ഇൻസെക്യൂർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നമ്മളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഘടകങ്ങൾ, ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും, നമ്മൾ എടുത്ത് എഴുതുകയോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ അടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിലൂടെ ഇൻസെക്യൂരിറ്റീസ് കൂടുതൽ ഉറച്ചു പോകും എന്നുള്ള ഒരു തോട്ടും പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാൽ നമ്മളതിനെ റിഫ്ലക്റ്റ് ചെയ്യാതെ വിട്ടാൽ അതൊരു അണ്ടർലൈയിങ് ഇൻസെക്യൂരിറ്റി ആയി കിടക്കുക മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇത് ട്രിഗർ ചെയ്യപ്പെടുകയും അവിടെ നമ്മൾ വളരെയധികം വീക്കായി ഡൗൺ ആയി മാറാനുള്ള ചാൻസസും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇൻസെക്യൂരിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ പെർഫെക്റ്റ് എന്ന് കാണപ്പെടുന്ന ആൾക്കാർക്ക് പോലും പെർഫെക്ഷനിസത്തിനോടുള്ള ആ ഒരു ഇൻക്ലിനേഷൻ മൂലം ഇൻസെക്യൂരിറ്റീസ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് മറ്റുള്ളവരുടെ മുന്നിൽ അവർ ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കൂടുതലും അവരുടെ ഉള്ളിൽ അവർ ആ ഇൻസെക്യൂരിറ്റീസിനെ നമ്പർ ചെയ്ത് വെക്കുകയും അത് ഓരോ കഴിവ് കേടുകളായി കാണപ്പെടുന്നതായി അവർക്ക് തോന്നുകയും ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സെക്ടർ ഉപയോഗിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാനുള്ള വൈഷമ്യം, അതുപോലെ കോൺഫിഡൻസ് കുറവ്, അതേപോലെ ആ ഒരു ഇന്നർ ഫോഴ്സ് കൂടുതൽ കൊടുത്തത് ചെയ്യേണ്ടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻസെക്യൂരിറ്റീസ് എങ്ങനെ ക്യൂർ ചെയ്യാം? നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ കാണുന്നുണ്ട്, നമ്മളുടെ പ്രശ്നങ്ങൾ അഥവാ നമ്മുടെ ഇൻസെക്യൂരിറ്റി ആണിത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മളത് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒരു വളരെ യൂസ്ഫുള്ളായ ഒരു സ്ട്രാറ്റജിയാണ്. ഇതുപോലെ തന്നെ യൂസ്ഫുള്ളായ മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾക്കിപ്പോൾ നെഗറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും
അതിനെ തിരിച്ച് ചേർത്ത് നിൽക്കാനുമുള്ള ഒരു കഴിവും കോൺഫിഡൻസും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. സെൽഫ് കെയർ ചെയ്യുക. സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ ആർ ആക്ച്വലി ദ ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് ഓഫ് മാനേജിങ് യുവർ ഇൻസെക്യൂരിറ്റീസ്. പിന്നെ എപ്പോഴും ഇൻസെക്യൂരിറ്റി കൂടുന്തോറും നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനെ കാണുക, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. ഈ പറഞ്ഞ വഴികളിലൂടെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു വിദഗ്ധനായ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക. നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇത് ഒരുപാട് കുറയ്ക്കാതിരിക്കാൻ നോക്കുക. കാരണം ഇൻസെക്യൂരിറ്റീസ് ക്യാൻ ബി ഡാമേജിങ് ആൻഡ് വി ഡോണ്ട് വാണ്ട് അവർ ലൈഫ് ടു ബി ഡാമേജ്ഡ്. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇനി വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നിടം വരെ ബൈ. Thank you.